അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാബിർ, ചെനക്കലങ്ങാടി. ഇത് പോലെ പ്രൂഫ് പോയിന്റിൽ കുറേ ആയിട്ട് പറയുന്നൊരു സംഗതിയാണ്. KNM-ന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു ഉദ്ധരിക്കുന്നൊരു ഫൈസൽ മുസ്ലിയാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സംസാരമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ കാര്യത്തിൽ KNM-ന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം. അസ്സലാമു അലൈക്കും. പറയുന്ന വാദത്തിന് ഒരു തെളിവും സമർത്ഥിക്കാനില്ലാതെ വരുമ്പോൾ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് എന്തെങ്കിലും അബദ്ധമോ എന്തെങ്കിലും തെറ്റോ വന്നതായി ആർക്കും കാണിക്കാൻ കഴിയില്ല. എന്താണിപ്പോൾ മുജാഹിദികൾ പറയുന്നത്? ഇപ്പം ഞാൻ പറയാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വിശദീകരിക്കുന്നത്, അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അഭ്യർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർക്ക് പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല. സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കുവാൻ ഖുർആൻ തന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തആവനു അലൽ ബിർരി വ തഖ്വ എന്ന ആയത്താണ് അവിടെ ഉദ്ധരിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നമ്മൾ തൗഹീദ് സമർത്ഥിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞപ്പോൾ ഇത് അള്ളാഹിനോട് മാത്രം സഹായം തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ സുന്നികൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവറോട് സഹായം ചോദിക്കുന്നില്ലേ? നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി സഹായം തേടുന്നില്ലേ? നിങ്ങൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ലേ? അതൊക്കെ സഹായം തേടലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഇതിൽപ്പെട്ടതല്ല. അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനുമായി ബന്ധപ്പെട്ടതല്ല. ഇത് അള്ളാഹിനോട് മാത്രം തേടേണ്ട സഹായമാണ്. ഇതല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും മുജാഹിദികൾക്ക് അക്കാര്യത്തിലില്ല. ഇത് അള്ളാഹിനോട് മാത്രം തേടേണ്ട സഹായത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ മനുഷ്യന്മാർ പരസ്പരം നടത്തേണ്ട സഹായാർത്ഥനകളെ കുറിച്ചല്ല പടച്ചോനെ നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയുന്നത് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന അറിയുന്ന ഒരു കാര്യമാണ്. മറ്റേത് ദുർവ്യാഖ്യാനവും ദുരാരോപണവും മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.